നമസ്കാരം. എന്റെ കയ്യിൽ ഇനിയുമുണ്ട് പുതിയ നമ്പറുകൾ. ചില തട്ടുകടകളിൽ ചെന്ന് കഴിക്കാൻ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അപ്പമുണ്ട്, പുട്ടുണ്ട്, ദോശയുണ്ട്, കടലക്കറിയുണ്ട്, മുട്ടക്കറിയുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെയാണ് സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം. എത്ര തന്ത്രങ്ങൾ വേണം, എത്ര കുതന്ത്രങ്ങൾ വേണം, ചോദിച്ചാൽ മതി വാരിയിട്ടു തരാൻ കണക്കിന് അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നതോടുകൂടി സ്വന്തം പ്രതിച്ഛായക്ക് ഇത്രമേൽ മങ്ങലേറ്റ മറ്റൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. പ്രതിച്ഛായയുടെ മങ്ങലെന്ന് മാത്രം പറഞ്ഞുകൂടാ, വന്ന രാഷ്ട്രീയ പാർട്ടിയെ കൂടി നാണം കെടുത്തിയ മറ്റൊരു നേതാവും ഉണ്ടായില്ല. പാർട്ടിക്കുള്ളിൽ തന്നെ സുരേഷ് ഗോപിയുടെ പല പ്രവർത്തനങ്ങളും അതിരൂക്ഷമായി വിമർശിക്കപ്പെടുന്നുണ്ട്. അല്പൻ ഐശ്വര്യം കിട്ടിയതുപോലെ കിട്ടിയ രാഷ്ട്രീയ നേതാവിന്റെ കുപ്പായം മുഴുവൻ വിവാദങ്ങളും അപവാദങ്ങളും കൊണ്ട് മലീമസമായി. മണിമുറ്റത്താവണിപ്പന്തൽ പാടി ഞാൻ തൃശൂർ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കാലുവെച്ചതു മുതൽ കലുങ്കുസ്വാമി എന്ന വിളിപ്പേര് കിട്ടിയത് വരെയുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവനകളും പ്രവർത്തികളും പരിശോധിച്ചാൽ എനിക്കിത് എന്തിന്റെ കേടായിരുന്നു എന്ന് നരേന്ദ്രമോദി പോലും സ്വയം ചോദിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കലുങ്കു സംവാദമല്ലെങ്കിൽ വേറെയുണ്ട്, SG കോഫി ടൈംസ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. സംഭവം കലിംഗ് ഒരൽപ്പം പഴഞ്ചനും കോഫി ടൈംസ് ഒരൽപ്പം ന്യൂജനുമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പറഞ്ഞു വന്നാൽ മുണ്ടും മടക്കി കുത്തി നടക്കുന്ന അപ്പൂപ്പനെ പിടിച്ച് കോട്ടും സൂട്ടും ഇടിയിച്ചതുപോലെ ഒരു അവിയൽ പരുവം സംഭവം. കലുങ്കു സംവാദത്തിലെ വിവാദങ്ങൾ തിരിച്ചടിയായെന്ന് BJPക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് പുതിയ പ്ലാൻ ഓഫ് ആക്ഷൻ സുരേഷ് ഗോപി പുറത്തെടുത്തിരിക്കുന്നത്. തൃശൂർ പുതൂർക്കരയിലും തുടർന്ന് അയ്യന്തോളിലും ആദ്യ പരിപാടികൾ സംഘടിപ്പിക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണം ലക്ഷ്യമിട്ട് ജനസമ്പർക്ക പരിപാടി എന്ന നിലയ്ക്കാണ് SG കോഫി ടൈംസ് പദ്ധതിയിട്ടിരിക്കുന്നത്. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും അവയ്ക്കുള്ള പരിഹാരം കണ്ടെത്തുകയുമാണ് ലക്ഷ്യം. സുരേഷ് ഗോപിയുടെ കലുങ്കു സംവാദങ്ങൾ തുടർച്ചയായി വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഒടുവിൽ കോട്ടയം പുളിക്കത്തോട് പഞ്ചായത്തിൽ കലുങ്കു സംവാദത്തിൽ അപേക്ഷ നൽകാനെത്തിയ ആളെ BJP പ്രവർത്തകർ പിടിച്ചുമാറ്റുകയുണ്ടായി. കാറിന് പിന്നാലെ ഓടി അപേക്ഷ നൽകാൻ ശ്രമിച്ച കല്ലാടംപൊയ്ക സ്വദേശി ഷാജിയെയാണ് BJP പ്രവർത്തകർ പിടിച്ചുമാറ്റിയത്. തൃശൂരിലും സമാന സംഭവം ഉണ്ടായിരുന്നു. വയോധികന്റെ പരാതി സുരേഷ് ഗോപി സ്വീകരിക്കാതിരിക്കുകയും അതൊന്നും MPയുടെ ജോലിയല്ല, പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് മറുപടി നൽകിയതും മോശം പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിന് ഇടയാക്കി. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരിച്ചെടുക്കാൻ സഹായിക്കണമെന്ന ആവശ്യവുമായി എത്തിയ വയോധികയോട് മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്ന് മറുപടി നൽകിയതും ജനങ്ങളെ പ്രജകളെന്ന് വിളിച്ചതും വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. വരന്തപ്പിള്ളിയിൽ സുരേഷ് ഗോപിയുടെ കലുങ്ക് പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ സജീവ BJP പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു. സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചായിരുന്നു ഇവർ പാർട്ടി വിട്ടത്. എന്തായാലും കലുങ്കും കട്ടനുമൊക്കെ സിനിമയിൽ 1-2 ദിവസത്തെ ഷെഡ്യൂൾ കൊടുത്ത് 10 പുത്തനും വാങ്ങി പോക്കറ്റിലിട്ട് നടത്തുന്നത് പോലെ എളുപ്പമല്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി കുഷൻ കസേരയിൽ AC മുറിക്കുള്ളിൽ പരിഷ്കരിച്ച ആധുനിക കലുങ്കുസ്വാമി ഉടൻ റിലീസാവും. ഇതിപ്പോ പണ്ടാരോ പറഞ്ഞതുപോലെ തേങ്ങ പത്തരച്ചാലും കറി താള് തന്നെയല്ലേ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച